In the previous class, we studied the first two paragraphs of the short story, The Race. You know, it was written by a famous Indian writer, Nisha Punjabi. Nisha Punjabi. We also come across the main character in the story. What is his name? His name is Tarun. ഈ പാഠത്തിലെ മുഖ്യ കഥാപാത്രത്തെ നമ്മൾ കണ്ടുമുട്ടി. അവൻ്റെ പേര് തരുൺ. TARUN, തരുൺ. When we say about him, അവനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ he was not a brilliant boy in the class. സ്കൂളിൽ അവൻ സമർത്ഥനൊന്നും അല്ല പഠിക്കാൻ. He was only a mediocre student. That means he was an average student. Sometimes below average. ചിലപ്പോൾ ശരാശരിയിലും താഴെ മാർക്ക് കിട്ടുന്ന ഒരു പഠിക്കാൻ സമർത്ഥനല്ലാത്ത ഒരു കുട്ടിയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം തരുൺ. ബിസൈഡ്സ്, അതുകൂടാതെ he had no interest in any art form, singing, drawing, etc. പാട്ട് പാടാനോ പടം വരയ്ക്കാനോ പെയിൻറ്റിങ്ങോ ഒന്നും തന്നെ അവന് വശമില്ല. But he had an elder brother. അവന് മൂത്ത ഒരു സഹോദരനുണ്ട്. He was a brilliant boy. അവൻ വളരെ മിടുക്കനാണ്. Pursuing, following, studying for a degree in engineering in a reputed college. വളരെ പ്രശസ്തമായൊരു കോളേജിൽ അവൻ എൻജിനീയറിംഗ് പഠിക്കുകയാണ്. അവൻ്റെ ഹൈ മാർക്കായിരുന്നു. അതുകൊണ്ട് വാട്ട് ഹാപ്പൻ, ഹീ വാസ് പ്രൈസ്ഡ് ഇൻ ദ ഫാമിലി. എല്ലാവരും, കുടുംബാംഗങ്ങളെല്ലാം അവൻ്റെ കാര്യമേ പറയാനുള്ളൂ. അവനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേ നെവർ മൈൻഡഡ് തരുണെ ആരും മൈൻഡ് പോലും ചെയ്തില്ല. എന്തിനു മൈൻഡ് ചെയ്യണം? അവൻ പഠിക്കാനൊക്കെ വളരെ മോശമാണ്. സോ ദാറ്റ് തന്മൂലം ഹി ഹിംസെൽഫ് ഫെൽറ്റ് ദാറ്റ്, അവന് സ്വയം തോന്നി. എന്താ തോന്നിയത്? ഹി വാസ് എ black sheep in the house, a black sheep in the family. That is an usage. ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് അവനുണ്ടായി. അവന് സ്വയം തോന്നി that means he was an unwanted element in the house. ഈ വീട്ടിൽ, ഫാമിലിയിൽ ആർക്കും വേണ്ടാത്ത ഒരാളാണ് എന്നൊരു തോന്നൽ വരെ അവന് ഉണ്ടായി. But he had a hidden ability. പക്ഷെ അവനൊരു ഒളിഞ്ഞ് ഇരിക്കുന്ന ഒരു കഴിവുണ്ട്. എന്താണത്? ഹി വാസ് അൻ എക്സലൻ്റ് റണ്ണർ. നല്ല ഓട്ടക്കാരൻ. ബഹുദൂരം ക്ഷീണിക്കാതെ ഓടാൻ കഴിയുന്ന ഒരു കുട്ടിയാണവൻ. ഹി ഹാഡ് ആൾസോ എ ഡ്രീം ഇൻ ഹിസ് മൈൻഡ്. ഒരു സ്വപ്നവും കൊണ്ട് നടക്കുകയാണ്. എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ഇതാണത്. ഹി വാണ്ടഡ് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവിടെ നമ്മൾ എന്താ ഉപയോഗിച്ച എൻ്റെ ഫ്രണ്ടിൽ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ നമ്പർ 1
ഓട്ടക്കാരനാവണം. ഇതാണ് അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. പക്ഷേ ഹീ ഡൗട്ടഡ് ഹൗ ടു അച്ചീവ് ഇറ്റ്. എങ്ങനെ തനിക്ക് നേടിയെടുക്കാൻ കഴിയും, അവൻ സംശയിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഹിസ് പേരൻസ് ഹാഡ് നോ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് റണ്ണിങ്. ആ ഓടുന്നതിൽ ആ വീട്ടുകാർക്ക് എതിർപ്പാണ്. ദേ ഹെയ്റ്റഡ് ഹിസ് റണ്ണിങ്. അവൻ്റെ ഓട്ടത്തെ വീട്ടുകാർ അങ്ങേറ്റം എതിർത്തിരുന്നു. Moreover, the family was a middle class family. വളരെ തുച്ഛമായ വരുമാനമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് if he would go for an intensive training, if he wanted to go for a training, who would help him? അവന് ഒരു ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ആര് സാമ്പത്തികമായി സഹായിക്കും? വീട്ടിലാണെങ്കിൽ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം വിച്ച് വാസ് ബിയോണ്ട് ദ ഫാമിലീസ് റീച്ച്. കുടുംബത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ലത്. അതുകൊണ്ട് അവനവൻ്റെ സ്വപ്നവുമായിട്ടങ്ങനെ സ്വപ്നവും പേറി അവനങ്ങനെ നടക്കുകയാണ്. വാട്ട് വാസ് ഹിസ് ഡ്രീം? ഹിസ് ഡ്രീം വാസ് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഹിയർ, what do you understand from these two paragraphs? We see a boy like you who was not very brilliant in the class, but he had an ability to run very fastly. വേഗത്തിൽ ഓടാൻ കഴിവുണ്ട് എന്നല്ലാതെ പഠിക്കാൻ സമർത്ഥനല്ലാത്തൊരു കുട്ടിയാണ് ആര്? തരുൺ. We can go through the next paragraph. The terminal examination result came. Unfortunately, Tarun failed in the examination. His father was very angry with him. Terminal examination. First terminal examination, second terminal examination, then annual examination. അതിൽ ടെർമിനൽ എക്സാമിനേഷനിൽ അവന് പരാജയം, മാർക്ക് വളരെ കുറഞ്ഞു. His friends also made fun of him. Laughed at him. അവനെ കളിയാക്കി, അവനെ മണ്ടാന്നൊക്കെ വിളിച്ചു. അത് വളരെ വിഷമമായിപ്പോയി. വീട്ടിലാണെങ്കിൽ അച്ഛന് ഭയങ്കര ദേഷ്യം, പുറത്താണെങ്കിൽ കൂട്ടുകാർ കളിയാക്കുന്നു. ഈ വിഷമം, in order to wipe out this from his memory, in order to wipe out this shame from his memory, മനസ്സിൽ നിന്ന് ഈ നാണക്കേട് ഒഴിവാക്കണം. അതിന് അവൻ കണ്ടുപിടിച്ച ദ വേ വാസ്, അതിനുള്ള വഴി ഏതാണ്? അവൻ്റെ പ്രിയപ്പെട്ട ഓട്ടം തന്നെയാണ്. അവൻ എന്ത് ചെയ്തു? He took to running. എവിടെ? He ran all round the park. Nowhere but in the park itself. വേറെ എങ്ങും പോയില്ല, പാർക്കിൽ തന്നെ അവൻ ഒരു 3-4 റൗണ്ട് ഓടി ഓടി അവൻ്റെ മനപ്രയാസം അവൻ തീർക്കാൻ ശ്രമിച്ചു. The sun beat down to check his rage. ഇവൻ്റെ
റേജിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സൂര്യൻ നല്ല പ്രഹരം കൊടുത്തു. നല്ല വെയിലൊന്നും അവൻ മൈൻഡ് ചെയ്തില്ല. നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആരും നടക്കില്ല. അവൻ സ്വയം തളരണം. അവസാനം ആഫ്റ്റർ അബൌട്ട് ആൻ അവർ ഹീ റാൻ കണ്ടിന്യൂസ്ലി 1 hour. 1 മണിക്കൂർ അവൻ തുടർച്ചയായിട്ട് ഓടി. അവസാനം ഹി വാസ് ഫുള്ളി എക്സാസ്റ്റഡ്, ഫുള്ളി ടയേർഡ്. അങ്ങ് ക്ഷീണിച്ചു. പിന്നെ ഒട്ടും ഓടാൻ വയ്യാത്തൊരവസ്ഥയായി. അതോടെ അവൻ ക്ഷീണിക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് റെഡ്യൂസ്ഡ് കെയിം ഡൗൺ, ആകെ താഴ്ന്നു വന്നു. എന്താണ്? ഹിസ് ഫ്യൂറി, ഹിസ് ആങ്കർ സബ്സൈഡഡ്. അവൻ്റെ ദേഷ്യം അങ്ങ് പോയി. ഓടിത്തളർന്നപ്പോൾ അവൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് പോയി. പിന്നെ തളർന്നടിച്ചവൻ എന്ത് ചെയ്തു? ആ പാർക്ക് ബെഞ്ചിലേക്ക് ചെന്നങ്ങ് ഇരുന്നു. ഹി സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി, ടേക്കിംഗ് ബ്രീത്ത് ഹെവിലി. ഭയങ്കരമായി ശ്വാസം എടുത്ത് അവൻ കിതച്ചുകൊണ്ട് അവൻ ആ പാർക്ക് ബെഞ്ചിൽ അങ്ങനെ പോയി അങ്ങ് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ സം ടൈം ഹി ഹേഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. അവൻ്റെ ഒരു സൈഡിൽ നിന്നും, കൈമുട്ടിൻ്റെ ഭാഗത്ത് നിന്നും, എൽബോ നമ്മുടെ കൈമുട്ട്, ആ കൈമുട്ടിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ശബ്ദം, ഒരാളുടെ ശബ്ദം. എന്താ കേട്ടത്? വാട്ട് ഈസ് ഇറ്റ് സൺ? വാട്ട് ഈസ് ഇറ്റ് സൺ? എന്ത് പറ്റിയടാ മോനെ? ഇതാരാ? തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ ശബ്ദം. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ശബ്ദം കേട്ടപ്പോൾ എന്താണ് കേട്ടത്? വാട്ട് ഈസ് ഇറ്റ്? എന്തോ ആളാ ഇത്? വളരെ സ്നേഹത്തോടെ ആ സൺ അഡ്രസ് അവൻ്റെ സംബോധന ചെയ്തത് മകനേന്നാണ്. മകനേന്നൊരാൾ വിളിക്കുക. മകനെ എന്ത് പറ്റിയടാ? വാട്ട് ഹാപ്പൻ ടു യു? തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് sat a man, and there sat a man of about 60. What did he find? He found a man sitting beside him. തൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നു. He was an aged man. ഇത് പ്രായമുള്ള ആളാണ്. about 60, 60 വയസ്സ് വരും.